ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി പാർപ്പിച്ചിരുന്ന സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ നേരത്തെ തന്നെ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഹമാസ് ബന്ദികളാക്കിയ ആളുകൾ വളരെ പുഷ്ടിയോടുകൂടി സമൃദ്ധിയിലിരിക്കുന്നു എന്ന് പറഞ്ഞു മുക്കാൽവൺ പ്രചരിപ്പിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് ഹമാസിന്റെ ബന്ദികളായ ആളുകൾ ഉണ്ടാകുമല്ലോ, അവരൊക്കെ വളരെ മെലിഞ്ഞ് കൊഴുത്ത് തടിച്ച് പെരുത്ത് ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ. ശരി, എങ്ങനെയായിരുന്നാലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. ബന്ദികളെ കൊണ്ടുപോയത് സുഖവാസത്തിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് രാജ്യത്തോടാണോ വില പേശേണ്ടത് ആ രാജ്യത്തോട് വില പേശുന്നതിന് വേണ്ടി തന്നെയാണ്. എന്തായിരുന്നാലും ഹമാസുകാര് ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ക്രൂരതയും നീചത്വവും നിറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് പലതവണകളിലായി. സഹജീവിയെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ചു മാത്രം കാണാൻ പറ്റുന്ന ലോകത്തിലെ ഏക വർഗമാണിവര്. ഇപ്പോൾ പുരുഷ തടവുകാർ ഹമാസ് തടങ്കലിൽ അനുഭവിക്കേണ്ടി വന്ന നരക യാതനകളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. നരകത്തിലോ സ്വർഗത്തിലോ പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും നരകയാതനകൾ എന്നതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു രീതിയാണ്, ഒരു പ്രയോഗമാണ്. 500 ദിവസത്തോളം ഇവരോട് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് ഹമാസ് ഭീകരർ പെരുമാറിയത് എന്നാണ് പുറത്തു വരുന്നത്. പലർക്കും എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായത്രേ. ഇവരിൽ പലരെയും നിരന്തരമായി തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ടായിരുന്നു മർദ്ദിച്ചിരുന്നത്. കയറുകൊണ്ട് കഴുത്തിൽ മുറുക്കുക, വായ മൂടിക്കെട്ടുക, കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തിൽ മുദ്ര കുത്തുക തുടങ്ങിയവ ഇവരുടെ സ്ഥിരം ക്രൂര പീഡനങ്ങളിൽ പെടുന്നു. ബന്ദികളെ സ്ഥിരമായി പട്ടിണിക്കിടുകയും ചെയ്യുമായിരുന്നത്രേ. മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണുന്നത് കൊണ്ട് ഇവർ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല എന്ന ഒരു മനോഭാവമാണ് ഇവർക്ക്. പ്രത്യേകിച്ച് ഇവർക്കൊരു വിവരമില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ തീരെയില്ല, ഒരു പൊതുബോധമില്ല. ആകെയുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ മത കിതാബുകളെ സംബന്ധിക്കുന്ന വിവരം മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെ നന്നായിട്ട് മതചിന്തകളും ജാതീയതയും സ്വർഗം, പരലോകം, ഖബറ്, ശിക്ഷ, രക്ഷ, വിചാരണ ഇതൊക്കെ ഇവർക്കുണ്ട് എന്ന് പറയുമ്പോഴും ഇതിലൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളും ഉണ്ട്. പക്ഷെ തെറ്റിപ്പോയി. ഇതാരെയാ ചെയ്യുന്നത്? അള്ളാഹുവിനെ ആരാധിക്കാത്തവരെയല്ലേ ചെയ്യുന്നത്. അപ്പോഴത് അള്ളാഹുവിന് കൂടുതൽ സന്തോഷമാകത്തല്ലേ ഉള്ളൂ. തന്നെയുമല്ല, ഇവരെ പാർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിലെ തീരെ ഇടുങ്ങിയ മുറികൾക്കുള്ളിലായിരുന്നത്രേ. നിൽക്കാനോ അനങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന ഇവർക്ക് ഒരിറ്റ് വായു കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി മത്സരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതിരിക്കുന്നതിന് ശേഷം ചീത്തയായ ബ്രെഡാണ് ഇവർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത്. ചെറിയ അളവിൽ നൽകിയിരുന്ന ഈ ബ്രെഡ് പോലും നിരവധി പേർ പങ്കിട്ട് കഴിക്കേണ്ടുന്ന ഗതികേടിലായിരുന്നു. തങ്ങളെ മൃഗങ്ങളെ പോലെയാണ് ഭീകരർ കണക്കാക്കിയിരുന്നത് എന്നാണ് മോചിപ്പിക്കപ്പെട്ട ഒരാളുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഓർലെവി എന്ന 34-കാരൻ പറഞ്ഞത് മോചിപ്പിക്കപ്പെടുന്നതുവരെ തന്നെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു എന്നാണ്. താൻ ഇനി മുതൽ നടക്കാൻ പഠിക്കേണ്ടുന്ന അവസ്ഥയിലാണെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു. ക്രൂരമായ പീഡനമുറകൾ ഉപയോഗിച്ചിട്ടാണ് ഹമാസ് ഭീകരർ ബന്ദികളെ ചോദ്യം ചെയ്തിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. മോചിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശരിയായ തോതിൽ ഭക്ഷണം തന്നതെന്നും ബന്ദികൾ വ്യക്തമാക്കി. ഇവരുടെ അഭിമുഖം പുറത്തുവിട്ട ഇസ്രായേൽ TV ചാനലായ കാൻ 11 അറിയിച്ചത് ബന്ദികൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിൽ ഭീകരമാണ് എന്നാണ്. ബന്ദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇയാൾ മരിച്ചു എന്നായിരുന്നു മറ്റുള്ളവർ കരുതിയത്. ചില ബന്ദികളെ ഒറ്റയ്ക്കാണ് തടവിൽ പാർപ്പിച്ചിരുന്നത്, ചെരുപ്പിടാൻ അനുവദിച്ചിരുന്നില്ല. ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഓർലവിയുടെ ഭാര്യയെ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ദിവസം തന്നെ കൊലപ്പെടുത്തിയിരുന്നു. മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഭാര്യ കൊല്ലപ്പെട്ടു എന്ന വിവരം ഓർലവി മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോഴും 76 ബന്ദികൾ ഇതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങളിൽ ഹമാസുകാരുടെ തടവറയിൽ കഴിയുന്നുണ്ട് എന്നത് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഭീകരമാണ്. കാരണം അവരാണല്ലോ ഇതിന്റെ അനുഭവസ്ഥ. അവര് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒക്ടോബർ 7-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് 5000 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. പിന്നെ JCB, കാറ്, ജീപ്പ്, ട്രക്ക് ഒക്കെ സംഘടിപ്പിച്ച് 3000 ആൾക്കാരുമായി ചേർന്ന്
ഒരുമിച്ച് ഒരേ സമയത്ത് ചെന്ന് ഇസ്രയേലിന്റെ അതിർത്തി തകർത്തു. അവരെല്ലാവരും സംഗീത ഉത്സവത്തിൽ അഭിരമിച്ചിരിക്കുകയായിരുന്നു. അവർ നിരായുധരുമായിരുന്നു. ആ സമയത്ത് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ കയറി ചെന്ന് പങ്കെടുത്തവരെ ഒക്കെ ഞങ്ങൾ വളഞ്ഞു. ചുറ്റിനും കണ്ടവരെ ഒക്കെ ഷൂട്ട് ചെയ്തു. അവരെയൊക്കെ ഞങ്ങൾ പടമാക്കി. അവരുപയോഗിക്കുന്ന പദമാണ്. ഓടിയവരെ ഓടിച്ചിട്ട് ഞങ്ങൾ പിരടിക്ക് ഖുർആൻ പറഞ്ഞ ശിക്ഷാരീതി അങ്ങ് നടപ്പാക്കി. കർഷക കുടുംബങ്ങളിൽ ഇരച്ചു കയറി എല്ലാത്തിനെയും ഞങ്ങൾ മയ്യത്താക്കി. അവരെ പോലെയാണ് ഞങ്ങൾക്കും ജീവൻ എന്ന് ചിന്തിക്കുന്നില്ല. ശരി, തെരുവിലേക്ക് ഇറങ്ങി വാഹനങ്ങളും വസ്തുവകകളും അടിച്ചു തകർത്തു. ടാങ്കുകൾക്ക് തീയിട്ടു. കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ചു. കുറെ പേരെ ജീവനോടെ കത്തിച്ചു. കുറെ എണ്ണത്തെ റേപ്പ് ചെയ്തു. കുറെ ആളുകളുടെ കഴുത്തും ഉടലും വേർപെടുത്തി. ചോരക്കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെ മൊത്തം 1139 പേരെ ഞങ്ങൾ തട്ടി. ഇവര് പറയുന്ന വാർത്തകളാണ്. പിന്നെ വിദേശീയരുൾപ്പെടെ 254 പേരെ തുപ്പിയും തൊഴിച്ചു. മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചും ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്നു. എല്ലാം ഷൂട്ട് ചെയ്ത് ലൈവായി ഇസ്രായേലിനെ കാണിക്കുകയും ചെയ്തു. പണി കഴിഞ്ഞു കുളിച്ച് ശാപ്പാടുമടിച്ച് ആയുധങ്ങളും എടുത്ത് തുരങ്കത്തിൽ ഒളിച്ച സമയത്ത് അവന്മാർ വിമാന ആക്രമണം തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും UN കേന്ദ്രങ്ങളിലും ഒക്കെ പാർത്തിരുന്നു. ഞങ്ങൾ ആകെ ഇത്രയേ ചെയ്തുള്ളൂ. അതിനാണ് നെതന്യാഹു 15 മാസം പിന്നീട് ഞങ്ങളെ എയറിൽ നിർത്തി. താഴെ നിർത്തിയതേയില്ല. ഞങ്ങള് കൊട്ടുകൊടുക്കുന്നതും മുട്ടുന്നതും ജൂതന്മാരോടാണ് എന്ന് ഒരു വേള മറന്നുപോയതിന്റെ ഫലം ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇസ്രായേലിനോട് ഇത്രയും ചെയ്തെങ്കിലും 15 മാസം അവര് തിരിച്ച് ഞങ്ങളെ തുരങ്കങ്ങളിൽ നിന്നും തുരങ്കങ്ങളിലേക്ക് ഓടിക്കുകയും മാളങ്ങളിൽ നിന്നും മാളങ്ങളിലേക്ക് പ്രാണനുമായി ഞങ്ങൾ ഓടുകയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ ശരീരത്തിന്റെ പാർട്സുകൾ ഇസ്രായേലർ ഞങ്ങൾക്ക് പോസ്റ്റായിട്ട് അയച്ചു തരികയും ചെയ്തു എന്നുകൂടി പറയണമായിരുന്നു. ഇവരെങ്ങനെയാണ് ഇത്രയും കോടീശ്വരന്മാരായത്? നമ്മൾ കണ്ടതാണ്. യഹിയാ സിൻവാർ പണത്തിന്റെ കെട്ടായിട്ട് ടണലിനകത്ത് സൂക്ഷിച്ചിരുന്നതും പ്രാണനും കൊണ്ട് ഓടുന്നതും കുടുംബാംഗങ്ങളും മക്കളുമൊക്കെയായി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നിലത്ത് നിൽക്കാതെ ഓടുന്നത് കണ്ടവരാണ് നമ്മൾ. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയധികം പണം കിട്ടിയത്? തെണ്ടിയതാണോ? ഭിക്ഷയെടുത്തതാണോ? പലസ്തീനികളെ മറ്റുള്ളവർ സഹായിച്ചതിൽ നിന്നും കൈയിട്ടു വാരിയതാണോ? ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ പട്ടിണിയെങ്കിലും ഒന്ന് മാറ്റാൻ പാടില്ലായിരുന്നോ? പാവപ്പെട്ട ഗ്രാമീണരായ 1400 മനുഷ്യരെ കൊന്നു. സ്ത്രീകളെ ബലാത്കാരം ചെയ്തും കുട്ടികളടക്കം ഒരുപാട് പേരെ ബന്ദികളാക്കിയും ഹമാസ് ഈ കൂട്ടക്കുരുതിക്ക് തുടക്കമിട്ടത് എന്തിനാ? ഹമാസും താലിബാനും ഐസിസും പോലെയുള്ള അൽ-ഖ്വയ്ദ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള തീവ്രവാദികൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ആരാധകരുള്ളവരായിട്ട് വളർന്നത്? അവരെന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് പോരാളികളാകുന്നത്, വിസ്മയമാകുന്നത്? ഹമാസ് ആരാധികയും ഹൂതി പോരാളിയുമായ കനേഡിയൻ മലയാളി വനിത, നമുക്കറിയാം അത്തരം കാനഡ അമ്മായിമാർ എന്തുകൊണ്ടാണ് ഈ ഹമാസിനെ താലോലിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ളതും ഇത്തരം ഒരു ദുഷ്ട ചിന്താഗതിയാണ്. നമ്മുടെ ആശയം സ്വീകരിക്കാത്ത, നമ്മുടെ ആദർശം സ്വീകരിക്കാത്ത, നമ്മളെ പോലെ തന്നെ പ്രവർത്തിക്കാത്ത, നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മത കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുക എന്ന ഒരു തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിനിവർക്ക് ജനാധിപത്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം സ്വീകരിക്കാൻ റൈറ്റ്സ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വസ്തുതയെ ഇവിടെയുള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിക്കാനും ഇതിനകത്ത് എന്തെങ്കിലും വേറെ വേണ്ടേ? നന്ദി.